ആധുനിക കാലത്ത് ഈ പ്രസവം പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ ഗൗരവത്തോടെ കണ്ടാണ്. അത് ആശുപത്രിയിൽ തന്നെ ചെയ്യണം. അതിനുള്ള എല്ലാ സൗകര്യവും സർക്കാർ ആശുപത്രികളിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓരോ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓരോ ആശുപത്രിയെ സമീപിക്കാം. അപ്പൊ ഇയാൾ ശരിക്കും തെറ്റായ ഒരു സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് നടത്തിയത്, ഇത് തന്നെ ഇയാൾ വേണേൽ ഷൂട്ട് ചെയ്തിട്ട് പുറത്ത് പ്രചരിപ്പിക്കാമല്ലോ, ഇതായിരിക്കും. അപ്പൊ അന്ധവിശ്വാസങ്ങളെ ഇത്ര മുറുകെ പിടിക്കുന്ന ഇതുപോലുള്ള ആളുകളെ, ഈ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ അല്ലെങ്കിൽ ആ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ തള്ളിപ്പറയണം. ഇത്തരം ആളുകൾ തെറ്റായ ഒരു മാതൃക പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ വരും തലമുറയെ കൂടി അവരെ അന്ധവിശ്വാസത്തിലേക്ക് എത്തിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഈ സിറാജുദ്ദീന്റെ ഭാര്യ മരിച്ചുപോയ സ്ത്രീകൾ, ഇവർ നേരത്തെ 2 പ്രസവം കഴിഞ്ഞു, അത് 2 ആശുപത്രിയിലായിരുന്നു. അപ്പൊ ഇപ്പോൾ ആശുപത്രിയിൽ പോകാൻ ഇവർക്ക് താല്പര്യമില്ലെന്നും അവർക്ക് പേടിയാണെന്നും സിറാജുദ്ദീൻ പറഞ്ഞു ഫലിപ്പിച്ചു. ഇയാളുടെ അടുത്തൊരു സുഹൃത്തുണ്ട് നൗഷാദ് പറയുന്നത് ഇയാളുടെ ഭാര്യയ്ക്ക് പോകാൻ പേടിയാണ്, ആശുപത്രിയിൽ പോകാനൊക്കെ. അപ്പൊ നൗഷാദ് പറഞ്ഞു നീ അങ്ങനെ ചെയ്യരുത്, ഇവരെ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകണമെന്നൊക്കെ. ഈ മൃതദേഹം കൊണ്ടുവരാം, അതായത് ആന്തരിക രക്തസ്രാവം ഒക്കെ ഉണ്ടായി വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ ആംബുലൻസിനെ വിളിക്കുന്നു. ഈ ആംബുലൻസിന്റെ ഡ്രൈവർ ഇപ്പൊ നൽകിയ മൊഴി എന്ന് പറയുന്നത് തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് വിളിച്ചു വരുത്തിയത്. അതായത് സിറാജുദ്ദീൻ ഉൾപ്പെട്ട നവമാധ്യമ കൂട്ടായ്മയുടെ ഒക്കെ ഒരു പിന്തുണയോടുകൂടി വളരെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് വിളിച്ചു വരുന്നു. ഇങ്ങനെ വീട്ടിൽ വെച്ച് പ്രസവിച്ചത് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണെന്നൊന്നും ആംബുലൻസ് ഡ്രൈവറെ അറിയിച്ചില്ല. അപ്പോൾ അന്ധവിശ്വാസത്തിന്റെ ഇരയായിട്ട് ഈ അസ്മ ശരിക്കും മരിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.